സൗദി അറേബ്യയുടെ വ്യോമാക്രമണങ്ങൾ തുടർന്നാൽ ചെങ്കടലിലെ അതീവ നിർണായക കപ്പൽപാതയായ ബാബൽ മന്ദബ് ഇടുക്ക അടച്ചുപൂട്ടുമെന്ന് യമനിലെ ഹൂതി വിമതർ ഭീഷണിപ്പെടുത്തി. ഇസ്രായേൽ ഇറാൻ യുദ്ധ പശ്ചാത്തലത്തിൽ ഇറാന്റെ പ്രസ് ടിവി പുറത്തുവിട്ട വീഡിയോയിലൂടെയാണ് ഈ മുന്നറിയിപ്പ് വന്നിട്ടുള്ളത്. ഹൂതി പ്രസ്ഥാനത്തിന്റെ രാഷ്ട്രീയ ബ്യൂറോ അംഗമായ മുഹമ്മദ് അൽ ഫറായാണ് കടുത്ത നടപടിയുണ്ടാകുമെന്ന് ഈ പ്രസ്താവന നടത്തിയത്. യമന്റെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെ സൗദി അറേബ്യ നടത്തുന്ന വ്യോമാക്രമണങ്ങൾ തുടരുന്നതാണ് ഭീഷണിക്ക് കാരണം. ഈ നീക്കം ആഗോള എണ്ണ വിപണിയെ തകിടം മറിക്കുകയും എണ്ണവില ബാരലിന് $200 വരെ ഉയരാൻ കാരണമാകുകയും ചെയ്യും. സ്ഥിതിഗതികൾ വഷളായാൽ ബാബൽ മന്ദബ് ഇടുക്കും പേർഷ്യൻ ഗൾഫിലെ ഹോർമുസ് ഇടുക്കും ഒരുമിച്ച് അടച്ചുപൂട്ടാൻ സഖ്യമുണ്ടാക്കുമെന്നാണ് യമൻ വ്യക്തമാക്കുന്നത്. എന്നാൽ ഹൂതികളുടെ ഭീഷണികളെ സൗദി അറേബ്യ തള്ളിക്കളഞ്ഞു. തങ്ങളുടെ താൽപര്യങ്ങൾക്കോ അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിനോ നേരെ ഉണ്ടാകുന്ന ഏതൊരാക്രമണത്തെയും ശക്തമായ സൈനിക ശക്തിയോടെ നേരിടുമെന്ന് സൗദി സഖ്യസേന വക്താവ് ബ്രിഗേഡിയർ ജനറൽ തുർക്കി അൽ മാലിക്കി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പശ്ചിമേഷ്യയിൽ യുദ്ധം രൂക്ഷമായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അന്താരാഷ്ട്ര വ്യാപാരത്തെയും ആഗോള ഊർജ്ജ വിതരണത്തെയും ഈ നീക്കം ദോഷകരമായി ബാധിക്കുമെന്ന ആശങ്ക ശക്തമാണ്. സെപ്റ്റംബർ അവസാനത്തോടെ ഈ കപ്പൽപാത അടയ്ക്കപ്പെടാനുള്ള സാധ്യതയാണുള്ളത്. നിലവിലെ വിപണി വിലയിരുത്തലുകൾ അനുസരിച്ച് ഒരാഴ്ച മുൻപുണ്ടായിരുന്ന 8% നിന്നും 18.5% ഉയർത്തിയിട്ടുണ്ട്. ഹൂതി സൈന്യം, ഇറാന്റെ IRGC, US നേവി എന്നിവരുടെ അടുത്ത നീക്കങ്ങളാണ് ഇനി നിർണായകമാകുക. കപ്പലുകൾ മുക്കുകയോ കൂടുതൽ സൈനിക വിന്യാസങ്ങൾ ഉണ്ടാകുകയോ ചെയ്താൽ പ്രതിസന്ധി ഇനിയും രൂക്ഷമാകും. നിലവിൽ ഉപഗ്രഹ ചിത്രങ്ങളും ഔദ്യോഗിക പ്രസ്താവനകളും നിരീക്ഷിച്ചു വരികയാണ്. അതേസമയം നയതന്ത്രപരമായ ശ്രമങ്ങളോ സംഘർഷം ലഘൂകരിക്കാനുള്ള നീക്കങ്ങളോ ഉണ്ടായാൽ മാത്രമേ ഈ വിപണി ആശങ്കയ്ക്ക് ആശ്വാസമാകൂ. ഇതിനിടെ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ റഷ്യയുടെ ഊർജ്ജമന്ത്രി സെർഗെയ് സിവിലോവുമായി കൂടിക്കാഴ്ച നടത്തി. തെക്കൻ റഷ്യയിൽ നിന്ന് പരിമിത അളവിൽ വൈദ്യുതി ഇറാനിലേക്ക് എത്തിക്കുന്നതിനായി ഇരു രാജ്യങ്ങളുടെയും വൈദ്യുതി ഗ്രിഡുകൾ ബന്ധിപ്പിക്കുന്ന പദ്ധതിയും ചർച്ച ചെയ്തതായാണ് ഇറാനിലെ ഫാർസ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നത്. അമേരിക്കയുടെ പുതിയ വ്യോമാക്രമണങ്ങളിൽ ഇറാന്റെ വൈദ്യുതി വിതരണ ശൃംഖലയ്ക്ക് വ്യാപക നാശനഷ്ടമുണ്ടായതായി സർക്കാർ ഉടമസ്ഥതയിലുള്ള വൈദ്യുതി കമ്പനിയായ തവാനിർ അറിയിച്ചിരുന്നു. രാജ്യത്തെ വൈദ്യുതി ഗ്രിഡിലെ 2000-ലധികം കേന്ദ്രങ്ങളിൽ ആക്രമണം നടന്നതായി വൈദ്യുതി ഉൽപാദനശേഷി 4200 മെഗാവാട്ട് കുറഞ്ഞതായും കമ്പനി വ്യക്തമാക്കിയിരുന്നു. കടുത്ത വേനൽച്ചൂട് വൈദ്യുതി ആവശ്യകത വർദ്ധിപ്പിച്ചത് നിലവിലെ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാക്കിയതായി തവാനിർ അറിയിച്ചിരുന്നു. നേരത്തെ ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം അമേരിക്ക ഏറ്റെടുക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പ്രഖ്യാപിച്ചിരുന്നു. ഹോർമുസ് കടലിടുക്കിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ അമേരിക്ക നേരിട്ട് ഇടപെടുമെന്നും അതിനുള്ള ചെലവ് വഹിക്കാൻ മറ്റു രാജ്യങ്ങൾ പ്രതിഫലം നൽകണമെന്നും ട്രംപ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. തങ്ങളുടെ സൈനികരുടെ ജീവൻ അപകടത്തിലാക്കിക്കൊണ്ട് ഈ സുരക്ഷ ഉറപ്പാക്കുകയാണ്. അതിനാൽ ഈ ചെലവിന് പ്രതിഫലം ലഭിക്കണമെന്നത് മാത്രമാണ് തങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നാണ് ട്രംപിന്റെ പ്രതികരണം. ഹോർമുസിൽ ഇറാനിയൻ കപ്പലുകൾക്ക് ഏർപ്പെടുത്തിയിരുന്ന ഉപരോധം പുനരാരംഭിക്കുമെന്നും ട്രംപ് വ്യക്തമാക്കി. ഇനി ഹോർമുസ് കടലിടുക്ക് തങ്ങളാണ് സംരക്ഷിക്കുക, അതിനായി തങ്ങൾക്ക് പ്രതിഫലവും ലഭിക്കുമെന്നാണ് ട്രംപ് വ്യക്തമാക്കിയത്. അതിനിടെ US മറുപടിയുമായി ഇറാൻ രംഗത്തെത്തി. കടലിടുക്കിന്റെ കാവൽക്കാരെന്നും ഇറാൻ തന്നെയായിരിക്കുമെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി പ്രതികരിച്ചു. അതിനിടെ ഇറാനിലെ പിക്കാക്സ് ആണവ കേന്ദ്രം ആക്രമിക്കുമെന്നും ട്രംപ് ഭീഷണി മുഴക്കി. ഇറാൻകാരോട് തയ്യാറായിരിക്കാൻ പറയുന്നുവെന്നും ട്രംപ് ഒരു ചാനലിനോട് പ്രതികരിച്ചു. അതിനിടെ അമേരിക്കൻ കപ്പലിന് നേരെ ക്രൂയിസ് മിസൈലുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തിയെന്ന് ഇറാൻ അവകാശപ്പെട്ടു. ഇതിനിടെ യമനിൽ ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള സന വിമാനത്താവളത്തിനു നേരെ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം സൗദി പിന്തുണയുള്ള യമൻ സർക്കാർ ഏറ്റെടുത്തു. ഇറാനിൽ നിന്നുള്ള വിമാനം ലാൻഡ് ചെയ്യാനിരിക്കെയാണ് ആക്രമണം നടത്തിയത് എന്ന് സർക്കാർ വൃത്തങ്ങൾ പ്രതികരിച്ചു. മിസൈലുകളും ആളില്ലാ വിമാനങ്ങളും ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയതെന്ന് ഹൂതി വിമതരുടെ വക്താവ് യഹ്യ സാരി വീഡിയോ സന്ദേശത്തിൽ അറിയിച്ചു. മറുപടിയായി സൗദി അറേബ്യയിലെ അബ വിമാനത്താവളത്തിൽ ആക്രമണം നടത്തിയെന്ന് ഹൂതികളും അവകാശപ്പെട്ടു. അതിനിടെ മിസൈൽ ഡ്രോൺ ഭീഷണികളുടെ പശ്ചാത്തലത്തിൽ രാജ്യത്തെ ജനങ്ങൾക്കായി അടിയന്തര സുരക്ഷാ നിർദ്ദേശങ്ങളുമായി UAE അധികൃതർ രംഗത്ത്. അടിയന്തര മുന്നറിയിപ്പുകൾ ലഭിക്കുകയാണെങ്കിൽ ജനങ്ങൾ യാതൊരു കാരണവശാലും പരിഭ്രാന്തരാകരുതെന്നും പൂർണ്ണ ശാന്തത പാലിക്കണമെന്നും സുരക്ഷാ ഏജൻസികൾ വ്യക്തമാക്കി. മുന്നറിയിപ്പ് സൈറൺ മുഴങ്ങിയാൽ ഉടൻ തന്നെ വാതിലുകൾ, ജനലുകൾ, ഗ്ലാസ് ഭിത്തികൾ എന്നിവയിൽ നിന്ന് അകന്ന് കെട്ടിടങ്ങൾക്കുള്ളിലെ സുരക്ഷിത മുറികളിലോ ഇടനാഴികളിലോ അഭയം തേടേണ്ടതാണ്. മിസൈൽ പ്രതിരോധ നടപടികളുടെയോ തകർന്നു വീഴുന്ന അവശിഷ്ടങ്ങളുടെയോ ചിത്രങ്ങളും വീഡിയോകളും പകർത്താൻ ശ്രമിക്കരുതെന്നും ഇത് കർശനമായി നിരോധിച്ചിട്ടുണ്ടെന്നും അധികൃതർ ഓർമ്മിപ്പിച്ചു. പൊതുസ്ഥലങ്ങളിലോ മാളുകളിലോ ഉള്ളവർ ലിഫ്റ്റുകൾ ഒഴിവാക്കി ഗോവേണികൾ വഴി സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറുകയും സുരക്ഷാ ജീവനക്കാരുടെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുകയും വേണം. മിസൈലുകളുടെയോ ഡ്രോണുകളുടെയോ അവശിഷ്ടങ്ങൾ എവിടെയെങ്കിലും കണ്ടാൽ അവയിൽ തൊടുകയോ സമീപിക്കുകയോ ചെയ്യാതെ ഉടൻ തന്നെ അടിയന്തര നമ്പറിൽ വിവരമറിയിക്കണം. വീടുകളിൽ കുട്ടികളെ ആശ്വസിപ്പിക്കാനും വയോജനങ്ങൾക്കും ഭിന്നശേഷിക്കാർക്കും ആവശ്യമായ മരുന്നുകളും സഹായ ഉപകരണങ്ങളും മുൻകൂട്ടി കരുതി വെക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് മുന്നറിയിപ്പിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.